അപ്പൊ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മയിൽ പെട്ടതാണോ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നന്മയിൽ പെട്ടതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നന്മകളിൽ ഏറ്റവും നല്ല നന്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു അതിനർത്ഥം, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും, അവന് സ്വർഗം അല്ലാഹു കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുമ്പോൾ മാത്രമല്ല, മരിക്കുന്ന സമയത്ത് പറയൽ മാത്രമല്ല, ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ പറയണം? മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? 70,000 പ്രാവശ്യം പറയും. കണ്ടിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. എങ്ങനെയെങ്കിലും 70,000 തീർത്താൽ മതി. എങ്ങനെയെങ്കിലും 70,000 തീർക്കണം, ഇത്രയേ ഉള്ളൂ. എടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞ പിന്നെ അവൻ നരകത്തിൽ കടക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ അത് പറയേണ്ടതുപോലെ ആരും പറയൂല. എന്താ അതിൻ്റെ മഹത്വം എന്നറിയോ? ഈ ചുമലിലിരിക്കുന്ന 2 മലക്കുകൾ ഒരു കിതാബ് എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടോ? നന്മ തിന്മ തൂക്കുന്ന ആൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ത്രാസ് ഉണ്ട് അല്ലാഹുവിന്റെ അടുക്കല്. അതിനകത്ത് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഈ ത്രാസിന്റെ വലുപ്പം എന്താണെന്നറിയോ? അറിയില്ല നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ആകാശവും ഭൂമിയും ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വർക്കപ്പറ നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ത്രാസ് ഏതാ? ഈ വണ്ടിയൊക്കെ തൂക്കണ ത്രാസല്ലേ അല്ലേ? എടാ, ഈ ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസാണ്. ഏത് ത്രാസ്? മീസാൻ എന്ന് പറയുന്ന ത്രാസ്. അവന്റെ വലിപ്പം നീന്തിച്ചേ, ആ ത്രാസിന്റെ വലിപ്പം നീന്തിച്ചേ. നബിതങ്ങൾ ഇത് പറയുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ. എന്തേ സഹാബ കരയുന്നത്? നബിയെ, ഇത് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ? ഈ ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഞങ്ങളൊക്കെ ചെയ്ത നന്മ വെച്ച കടലിന്ന് ഇങ്ങനെ വെള്ളം കോരണ പോലെ ഇരിക്കും. സഹാബത്ത് കരയാൻ തുടങ്ങി. നബിതങ്ങൾ പറഞ്ഞു, അത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഫലാ യാ റസൂലല്ലാഹ്. എന്താ നബിയെ? പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് മീസാനിനെ നിറയ്ക്കും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എൻ്റെ സഹോദര, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായിട്ട് ഈ ദിക്ർ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുന്നവന് സ്വർഗമില്ലേ? സ്വർഗമുണ്ടോ? പറ, ഉണ്ടോ? ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടോ? പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടോ? ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടോ? നന്മകൾ ചെയ്യുന്നവന് സ്വർഗമുണ്ടോ? എല്ലാവർക്കും സ്വർഗം ഉണ്ട്, സ്വർഗം ഉണ്ട്, സ്വർഗമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗം ഉണ്ടെന്നാണോ പറഞ്ഞേ? അല്ല. സ്വർഗം ഉണ്ടെന്നാണോ പറഞ്ഞ? അല്ല. അവൻ സ്വർഗത്തിൽ കയറിക്കഴിഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ? എന്റെ പൊന്നാര ഉപ്പ, അവൻ ഭാഗ്യവാനാ, അവൻ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോൾ അത് പറഞ്ഞു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു മരിക്കണമെന്ന് വലിയ ആഗ്രഹം നമുക്ക്. പക്ഷെ പറ്റുമോ? എളുപ്പമാണോ? അല്ല. ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് കരുണ കാണിച്ചവർക്കേ പറ്റൂ. അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ പറ്റൂ. എപ്പോഴാ പറയേണ്ടതെന്നറിയോ?
അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ശംസുലുലമയെ പോലെയുള്ള മഹാന്മാരുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കളായ ആലിമീങ്ങൾ അവരുടെയൊക്കെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് മഹത്തുക്കളായ നേതാക്കന്മാരുടെ മരണമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. സഹോദര മോനെ, നമ്മളെയും ആ മരണം തേടി വരുമല്ലോ, ഒരു ദിവസം നമ്മളെയും മരണം തേടി വരുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരു നല്ല മരണം കിട്ടാൻ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ കോഴി അറുത്തിടുന്നത് കാണും. കോഴി അറുത്തിടും, അതിങ്ങനെ കിടന്നിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയും, ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും, ചിലപ്പോൾ ഇങ്ങനെ തുള്ളി ചാടും. അത് ഉലഹിയ വെള്ളി റമളാൻ പെരുന്നാളിന് ഉലഹിയ മൃഗത്തെ അറുത്തിടുമ്പോ ആ ഉലഹിയുടെ ആട് കിടന്ന് കയ്യും കാലുവിട്ടിങ്ങനെ പെടഞ്ഞ് തലയിട്ടടിച്ചിട്ട് അതിങ്ങനെ മരിക്കും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. എന്നാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, എന്തിനാ കാലിട്ടടിക്കുന്നേ, എന്തിനാ തലയിട്ടടിക്കുന്നേ, എന്തിനാ ഇത് കിടന്ന് പെടയുന്നേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ ആ കാലിങ്ങനെ അടിച്ചടിച്ച്, തലയിങ്ങനെ അടിച്ചടിച്ച്, കണ്ണിങ്ങനെ തെള്ളിയിട്ടത് മരിക്കുന്നത്? ഇതേപോലെ ഒരു മരണം എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടുമോ? ആ പോത്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്കും കിട്ടുമോ? അതിന് കാലിട്ടടിക്കാം, അതിന് കൈയിട്ടടിക്കാം, അതിന് ചിറകിട്ടടിക്കാം. എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. നമുക്ക് ആരെങ്കിലും മരിക്കുമ്പോ കൈയിട്ടടിക്കാറുണ്ടോ, കാലിട്ടടിക്കാറുണ്ടോ? ഒന്നുമില്ലടോ, ഒന്നുമില്ല. കാരണം 70,000 മലക്കുകൾ വരും നമ്മളെ പിടിക്കാൻ. 70 മുതൽ 70,000 മലക്കുകൾ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഇറങ്ങി വരും. അല്ലാഹുവേ, എന്നിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോൾ ആ മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും ഈ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ. അല്ലാഹു അലം, എന്തേ ചിന്തിക്കാത്ത? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞേ. അള്ളയാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. നബിതങ്ങളും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന്. അള്ളാഹു നമ്മുടെ വേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എല്ലാവരും കൈവക്കി. പക്ഷെ സിറാജ് തിരിച്ചൊരേ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് നന്മ ചെയ്തിട്ടാ കൈവക്കിയേ? എല്ലാവർക്കും നല്ല മരണം വേണം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്ത നന്മ എന്താ? ഈ 40, 50, 60 കൊല്ലത്തിന്റെ ഇടയിൽ നീയൊക്കെ ചെയ്ത ഒരു നന്മ പറവാപ്പാ. എൻ്റെ ഉപ്പാനോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നത്, നീ ചെയ്ത ഒരു നന്മ പറ. ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്നാഴത്തേനെയും കുലുഹുവല്ലയും 4 പേര് കാണാനുണ്ടെങ്കിലോ നീ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കും. ആർക്ക് വേണം നിന്റെ നിസ്കാരം? നീ സദക്ക കൊടുക്കും, പക്ഷേ പേര് വിളിച്ചു പറയണം. ഫോട്ടോ സഹിതം വെക്കണമെങ്കിൽ തരും. സക്ക ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ, എന്ത് ചെയ്താലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അള്ളാഹിക്ക് അറിയില്ല. നമ്മളും ചെയ്ത ഒരു നന്മയും അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടില്ല. കാരണം നമ്മുടെ നന്മകൾ മുഴുവനും ഇവിടുന്ന് തന്നെ വാങ്ങേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നന്മ ചെയ്തു വെച്ചോ. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഒരു നന്മ നിങ്ങൾ ചെയ്തു വെച്ചോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എവിടെ വെച്ച് വേണമെങ്കിലും മരണം വരും, ഏത് രീതിയിലും മരണം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രായമോ വയസ്സോ ഒന്നും വേണ്ട മരിക്കാൻ, ഒരാൾക്കൊന്നും വേണ്ട. എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ട മാസമായി മാസം അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങളാരും മാറിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബം ആരും, എൻ്റെ ഉമ്മ ഇന്നും അത് പറഞ്ഞിട്ട് കരയും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, കവി പറഞ്ഞത് എത്രയോ സത്യമാ. തു അമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹരി. കവി പറയുകയാ,
രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഒരു രോഗവും ഇല്ലാത്തവൻ നിന്ന നിപ്പിന് വീണു മരിക്കുന്നു. എന്നാലോചിക്കേ അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദര, ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചോ. എല്ലാവർക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നിന്റെതെന്ന് പറയാൻ ഒരേ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ വാഴ കേൾക്കുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു ചരിത്രം പറയാറുണ്ട്. എൻ്റെ ഏകദേശമുള്ള വാഴകൾ മുഴുവനും തീരുന്നത് അങ്ങനെ. എനിക്കറിയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാ, സുഖമില്ലാതെ. ഡോക്ടറെ വന്നു പരിശോധിച്ചു. എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാൻ, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ മുറിവിനെ അറിയിച്ചേക്കാൻ പറഞ്ഞു. ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ടെൻഷനാകുന്നു, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം. ഡോക്ടർ പെട്ടെന്ന് ചെന്നു ഉസ്താദിൻ്റെ അടുക്കൽ. എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാക്സിമം പരിശ്രമിക്കുകയാണ്, ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ, നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നേ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ. അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ടെൻഷനാകുന്നുണ്ട്, അവരും രോഗികളാ. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ കരയരുത്. മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾ കരയുന്നത്? ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഉസ്താദ് പതിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ മരിക്കും. ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? ഇല്ല. വീഡിയോ കോൾ വിളിക്ക്, കാണ്, സംസാരിക്ക്, കരയല്ലേ. ഉസ്താദ് അപ്പോഴും പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല. ഡോക്ടർ അമുസ്ലിമാണ്, അത്ഭുതമായി, മരിക്കാൻ പേടിയില്ല. തൻ്റെ ഭാര്യയെയും പിഞ്ചു മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? പിന്നെ എന്തിനാ ഉസ്താദെ നിങ്ങൾ കരയുന്നേ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അള്ളാടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ എങ്ങനെ പോടോ? നമ്മളൊക്കെ ഇരിക്കണ ഓരോ മനുഷ്യനും ചിന്തിക്കടോ, എങ്ങനെ പോവും അള്ളാടെ മുമ്പിൽ? എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ, നിങ്ങൾ പോവാ? ഇന്നീ പോണ വഴിയിലും മരിച്ച എന്തുണ്ട് നിനക്ക് അള്ളാടെ മുമ്പിൽ പറയാൻ? ഈ 40-50 കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് നിന്റെതെന്ന് പറയാ എന്തുണ്ടപ്പാ? വീടും ജാഗയും കാറും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെയൊക്കെ മക്കൾക്കറിയോ? അപ്പ മരിച്ചു പോയാലേ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഈ ഇരിക്കണ ഖതീബിന്റെ കൈപിടിച്ചിട്ട്, ഉസ്താദെ ഞാൻ നിക്കാ ഇമാമത്ത്, നിങ്ങൾ പുറകെ നിൽക്കെന്ന് പറയാൻ ഒരു മോനുണ്ടോ? ധൈര്യമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് ഉപ്പാന് സ്വർഗം കൊടുക്കണേ എന്ന് പറയാൻ ഒരെണ്ണം ഉണ്ടോ? അപ്പ ഇല്ല. പിന്നെ നീ എന്ത് നേടി? പിന്നെ നീ എന്ത് നേടി? നീ മരിച്ച വിഹിതം വെക്കാൻ മക്കൾ തയ്യാറായിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കുക. എന്തെങ്കിലും ഒരു നന്മ, 1000 നന്മയൊന്നും വേണ്ട, ഒരേ ഒരു നന്മ ചെയ്തു വെക്ക്. മരിക്കുമ്പോൾ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് ഇവിടെ ഒരു മദ്രസ പണിയണം. ഉള്ള മദ്രസ, ഇനിയൊരു പുതിയ മദ്രസയാണ് ഇവരുടെ ആഗ്രഹം. എടോ, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ വീണു. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ വെച്ചിരുന്ന പെൻസിൽ താഴെ വീണു. ആ താഴെ വീണ പെൻസിൽ നീ എടുത്തു കൊടുത്ത അതിനും നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ആ താഴെ വീണ പെൻസിൽ എടുത്തു കൊടുത്താൽ മതി, ആ മോന്റെ പേര് നീ ഒന്ന് എടുത്തു കൊടുത്താൽ മതി നിനക്ക് രക്ഷപ്പെടാൻ. അതാണ് ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ. അൽഹംദുലില്ലാ, എന്റെ ഉപ്പാനോട് ഞാൻ പറയുന്നു, വാപ്പാ ഖബറിനകത്ത് കിടക്കുമ്പോ തെണ്ടണ്ട, ഖബറിനകത്ത് കിടക്കുമ്പോ യാചിക്കണ്ട. ഈ മദ്രസയ്ക്കകത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു ഫാത്തിഹ ഓതും, പിരിയുമ്പോ 3 സലാത്ത് പറയും. അത് മതി വാപ്പാ നിനക്ക്, അത് മതി നിന്റെ ഖബറിലേക്ക്. അതാണ് നിന്റെ യഥാർത്ഥ സമ്പാദ്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്ന അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ ഒരു ഉപദേശം തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉസീക ബിതഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത അബൂദർ, രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും നീ അല്ലാഹുവിനെ ഭയപ്പെടണേ അബൂദർ. രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും നീ അല്ലാഹുവിനെ ഭയന്നു ജീവിക്കണേ, നീ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, രഹസ്യമായ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെടേണ്ടവരാ. പരസ്യമായ ജീവിതത്തിൽ മാത്രമല്ല, മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് നബി അലൈഹിസ്സലാം പടച്ചവനെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഞാൻ ഒരുപാട് അറിവുകൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച അറിവുകളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള അറിവേതെന്നറിയുവോ? രഹസ്യമായ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണമെന്നാണ്. രഹസ്യമായ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണമെന്നാണ്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, സഹോദരാ, പരസ്യമായ ജീവിതത്തിൽ മാത്രം അല്ലാഹുവിനെ ഭയന്നാ പോരാ. പടച്ചവനെ രഹസ്യമായ ജീവിതത്തിലും നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കേണ്ടവനാണ്. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് വളരെ കൂടുതലാണ്. ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ട കടമ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ നന്മകൾ ചെയ്യണമെന്നുണ്ട്, നന്നാകണമെന്നുണ്ട്, പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നുണ്ട്, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, അതിനൊരു വഴി പറഞ്ഞു തരണേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രഹസ്യമായ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹമുണ്ടോ? തെറ്റുകൾ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, നടുറോഡിൽ നിന്ന് കള്ളു കുടിക്കാനുള്ള അവസരം കിട്ടി, ആ സമയത്ത് മാറുക മാത്രമല്ല, ഒറ്റയ്ക്ക് ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിനക്ക് കള്ളു കുടിക്കാൻ അവസരമുണ്ടായി. ആ അവസരത്തിലും നിനക്ക് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ആ മനസ്സാണ് വേണ്ടത്. അങ്ങനെ ഒരു മനസ്സുണ്ടാകാനുള്ള വഴി എന്താ? രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണോ? പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ? സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രഹസ്യമായ ജീവിതത്തിലും നിനക്ക് അല്ലാഹുവിനെ ഭയക്കണോ? രഹസ്യമായ ജീവിതത്തിലും നിനക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ? അതിനുള്ള വഴി നിബിധങ്ങൾ തന്നെ പറഞ്ഞു തരികയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, പരസ്യമായ ജീവിതത്തിൽ കള്ളുകുടിക്കാൻ പേടി, നാട്ടുകാർ കാണും, മക്കൾ കാണും, മാതാപിതാക്കൾ കാണും, കള്ളുകുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, ഒന്നും ചെയ്യൂല എന്ന് ആരും കാണാതെ ഒരവസരം കിട്ടി. ഒരു മനുഷ്യനും കാണാതെ ഒരു സാഹചര്യം, എന്ത് ചെയ്താലും ആരും അറിയാത്തൊരു സാഹചര്യം. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് നിസാര തെറ്റല്ല, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യ ജീവിതത്തിലും രഹസ്യമായിട്ടുള്ള ജീവിതത്തിലും അള്ളാഹുവെ തെറ്റിൽ നിന്ന് പിന്മാറാനുള്ള വഴികൾ എന്താ?
പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും തെറ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 വഴികളാണ് പറഞ്ഞു തരുന്നത്. 7 മാർഗമാണ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ നബി തങ്ങൾ അവിടുന്ന് 7 വഴി പറഞ്ഞു തരികയാണ്. ഈ പറയുന്ന വഴികൾ ഞാനും നിങ്ങളും ഒന്ന് പാലിക്കാൻ തയ്യാറായാൽ, ഈ പറയുന്ന വഴികൾ ഞാനും നിങ്ങളും ഒന്ന് സൂക്ഷിക്കാൻ തയ്യാറായാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും നമുക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ്. ആ 7 വഴികൾ എന്താണ്? 7 മാർഗം എന്താണ്? തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 7 എളുപ്പ വഴികൾ എന്താ? തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ കഴിയുന്ന, ആ തെറ്റിൽ നിന്ന് ചെയ്യാതെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന 7 വഴികൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ 7 വഴികൾ പഠിക്കണം, ദുആ ചെയ്തു പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും പാപം ചെയ്തവരാ. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇവിടെ അദ്ദേഹമല്ലേ ഹജ്ജിന് പോകണം ആരും പറഞ്ഞു അല്ലേ? നിങ്ങളല്ലേ ഹജ്ജിന് പോകണം? ഒരുപാട് സഹോദരങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹജ്ജ് യാത്ര അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ പോകണം. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ട് പോകുന്ന ഹാജി, ആ ഹാജിയുടെ പ്രത്യേകത എന്താ? ഒരാൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കിയിട്ട അള്ളാഹു അവരെ വിടുന്നത്. അതുപോലെ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർവ്വ പാപങ്ങളും ഈ മജ്ലിസിൽ കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ സർവ്വ പാപങ്ങളും കഴുകണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുകയെ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപം മുഴുവനും ഇന്നിവിടെ കഴുകിക്കളയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. മലയാളം മനസ്സിലായാൽ നോക്കട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. എത്ര ആയത്ത്? പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 2 ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്ത് ചെയ്തിട്ട് ദുആ ചെയ്താ? എന്ത് ഉറക്കെ പറ. ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എപ്പോ ദുആ ചെയ്താലും ഈ 2 ആയത്ത് ഓതിയിട്ട് വേണം ദുആ ചെയ്യാൻ. ആ 2 ആയത്തുകൾ ഓതിയിട്ട് ദുആ ചെയ്താൽ നിന്റെ സർവ്വ പാപങ്ങളും പൊറുക്കും, നിന്റെ ദുആയ്ക്ക് ഉത്തരവും ഉണ്ടാകും. അല്ലാഹു നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 7 കാര്യം പറയാൻ പറ്റിയില്ലെങ്കിലും ആ 2 ആയത്തെങ്കിലും ഞാൻ പറഞ്ഞു തരാം. 7 കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും ആ 2 ആയത്തുകൾ ഓതിയിട്ട് വേണം നമുക്കിവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും നിനക്ക് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ, അല്ലാഹുവിനെ പേടിയുള്ളവനാകണോ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള മനസ്സ് നിനക്കുണ്ടാകണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ദുനിയാവിലെയും ആഖിറത്തിലെയും അനന്തര ഫലങ്ങളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണേ. നബി തങ്ങൾ അവിടുന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഈ ദുനിയാവിൽ നീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാ അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന ശിക്ഷ എന്താ, ആഖിറത്തിൽ തരുന്ന ശിക്ഷ എന്താ, ഇതിനെ കുറിച്ചുള്ള ബോധം നിനക്കുണ്ടാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, പടച്ച
പടച്ചവനെ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും പഠിച്ചവരാ. പടച്ചവനെ നമുക്കറിയാ കള്ളു കുടിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ ഹറാമു തിന്നുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. വ്യഭിചരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. പടച്ചവനെ മോഷണം നടത്തുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്. ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളും മദ്രസയിൽ മുതൽ പഠിച്ചവരാണ്. ചെയ്യുന്ന ശിക്ഷ, നീ ചെയ്യുന്ന പാപത്തിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. നിസ്കരിക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. കള്ളു കുടിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. വ്യഭിചരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. ഹറാമു തിന്നുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. അഹങ്കരിച്ചു നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ. പടച്ചവനെ നമുക്കെല്ലാവരും പഠിച്ചവരാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാ നീ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, സഹോദരാ കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഹദീസുകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ചെറുപ്പക്കാരാ, നബി തങ്ങൾ പറഞ്ഞു ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കാത്ത വിഭാഗമാരാ. ഒരാളുടെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയ അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കള്ളു കുടിക്കുന്നവന്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന് കേവലം കള്ളു മാത്രമല്ല, പടച്ചവനെ ബിയറാകട്ടെ, കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, പടച്ചവന് MDM ആവട്ടെ, ഏതാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ നരകത്തിലാ, അവന് സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് നബിതങ്ങൾ പറഞ്ഞതാണ്. നബിതങ്ങൾ പറഞ്ഞതാണ്. അവൻ നാളെ പടച്ചറബിന്റെ പരലോകത്തെ കടന്നു വരുന്ന രംഗമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കോടാടി കോടാടി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറബിന്റെ പരലോകത്ത് അതാ ഒരുമിച്ച് നിൽക്കുമ്പോ പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട്, എടോ പേ പിടിച്ച് നടക്കുന്ന നായുണ്ടല്ലോ, അതിന്റെ നാവിങ്ങനെ തൂക്കിയിട്ട് കൊണ്ട് നടക്കുകയാണ്. ആ പേപ്പട്ടിയെ പോലെ നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് ഈള ഒലിപ്പിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ ഒരു മനുഷ്യൻ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാ. അവനെ കാണുമ്പോ ജനങ്ങൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുകയാ. അവനാരാണെന്നറിയോ? അവനാരാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, കള്ളു കുടിക്കുന്നവനെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, കള്ളുകുടിയനോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. കള്ളു കുടിക്കുന്നവനുമായി നിങ്ങൾ ഒരു ബന്ധം സ്ഥാപിക്കരുത്. അവന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ ഫ്രണ്ട്സ് ആകരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനോട് സലാം പറയരുത്, അവന് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, അവന് ഭക്ഷണം കൊടുക്കരുത്, അവന് സാമ്പത്തികമായി സഹായിക്കരുത്, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കരുത്, അവന്റെ ജനാസ കൊണ്ടുവരുമ്പോ പുറകിൽ പോലും നടക്കാൻ പാടില്ല, അവന്റെ ചാരത്ത് പോലും കബറടക്കാൻ പാടില്ല. ഇതറിയാത്ത ആരാവുള്ളത്? ഇതറിയാത്ത ആരാവുള്ളത്? പടച്ചവനെ, കള്ളുകുടിയന്റെ ചുമലിൽ കൈയിട്ട് നടക്കുന്നവരില്ല, കള്ളുകുടിയന്റെ കൂടെ ഇരിക്കുന്നവരില്ല, കള്ളുകുടിയന്റെ കൂടെ താമസിക്കുന്നവരില്ല, കള്ളുകുടിക്കുന്ന ഫ്രണ്ടിന് കള്ളു വാങ്ങിച്ചു കൊടുക്കാൻ പടച്ചവനെ പൈസ കൊടുക്കുന്നവനില്ല, അവനെ സഹായിക്കുന്നവനില്ല. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, കള്ളു കുടിക്കുന്നവനുമായി യാതൊരു ബന്ധവും നിനക്ക് വേണ്ട, അവന്റെ ചാരത്ത് പോലും കബറടക്കരുതെന്നാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. പടച്ചവനെ, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചെറിയ മകൻ അവിടെ നിന്ന് മരണപ്പെടുകയാ. ഒരു ചെറിയ കുഞ്ഞു മരണപ്പെട്ടു. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ പൊന്നാര മകനെ വാപ്പ സ്വപ്നം കാണുകയാണ്. വാപ്പ സ്വപ്നം കാണുമ്പോ പൊന്നാര മകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുകയാ. ആ ചെറിയ ചെറിയ കുട്ടിയുടെ മുടി മുഴുവനും നരച്ചിരിക്കുകയാണ്. പിതാവ് ചോദിക്കുന്നു, മോനെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിന്റെ മുടി നരച്ചത്? ആ സമയത്താണ് ആ പൊന്നുമോൻ പറഞ്ഞു, വാപ്പാ,
എന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയനാ, എന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയനാ. അവന്റെ കബറിലെ ശിക്ഷ കാരണം പേടിച്ചിട്ട് നരച്ചുപോയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് കള്ളുമായി ബന്ധപ്പെട്ട വിഷയം. വ്യഭിചാരത്തെ കുറിച്ച് അറിയുമല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ദീനെന്തേ പറഞ്ഞത്? അല്ല പറഞ്ഞത് വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുകയാ. പടച്ചവനെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല. നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വ്യഭിചരിച്ചവരാണെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, എങ്കിലും വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിനക്കറിയോ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്കറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ജനങ്ങളൊക്കെ പോയെന്ന് മനസ്സിലാകുമ്പോ അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, അബൂ ഹുറൈറ തങ്ങൾക്ക് പ്രായമായി, വൃദ്ധനായി. ആ വൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. പള്ളിക്കകത്തിരുന്ന പ്രായം ചെന്ന് വൃദ്ധനായ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്, ചിരി വരികയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അവിടുന്ന് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, തങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ വൃദ്ധനായില്ലേ, നിങ്ങൾ വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, നിങ്ങൾ പ്രായമായ മനുഷ്യനാണ്, ഒരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ, പിന്നെ എന്തിനാണ് ദുആ ചെയ്യുന്നതെന്ന് അബൂ ഹുറൈറ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? സ്വഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന് വ്യഭിചാരമുണ്ട്. ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ, ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. പടച്ചവരെ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിന്റെ ഹറാമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദം, ഒരു പെണ്ണിന്റെ മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാണ്. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. പടച്ചവനെ, വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തതാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഒരു പെണ്ണിന്റെ ശരീരം കണ്ടാസ്വദിച്ച, ഹറാമ് കണ്ടാസ്വദിച്ച, സിനിമ കാണുന്ന, ഫിലിം കാണുന്ന, മൊബൈലിനകത്ത് കൂടെ സെക്സ് വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ കണ്ണിനകത്തേക്ക് ഈയ മുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം എന്ന് പറയുന്ന ഭാഗം ഇതാണ്. വ്യഭിചരിക്കുന്നവന്, വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം.
ഞാനും നിങ്ങളും പഠിക്കേണ്ടവരാ. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുത്താലും പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നതും പലിശയുടെ എഴുതുന്നത് വരെ പാപമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ പാപങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ നമുക്കറിയാം, ആഖിറത്തിൽ നമുക്ക് തരുന്ന ശിക്ഷ അറിയാം. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണേ സഹാബാ. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ ആ കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വരട്ടെ. നീ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ നിനക്ക് കടക്കാൻ പറ്റൂല. വ്യഭിചരിക്കാനുള്ള അവസരം കിട്ടുമ്പോ ഒരു കൂടെ പഠിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് പാപമല്ല എന്ന് പറയുന്ന യുവത്വമേ, ഒരു പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരമാ സഹോദരാ. ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ പെങ്ങള്. അത് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ അല്ലാഹുവേ, അതിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 3 പാപങ്ങൾ ചെയ്താ അവരുടെ ആയുസ് കുറയും സ്വഹാബാ. ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്, ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്. ഏതോ പാപമാണ് ആയുസ് കുറച്ച് കളയുന്നതെന്നറിയോ? വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുകയാണ്. ഹറാം ഏത് വീട്ടിലാണോ ഉള്ളത്, പലിശ പൈസ ഏത് വീട്ടിലാണോ ഉള്ളത്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്നാണ് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് നിനക്ക് പിന്മാറണോ? ഒരു എളുപ്പ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ, ഒരു എളുപ്പ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരും കാണാതെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിനക്ക് ഒരുങ്ങി കിട്ടി ചെറുപ്പക്കാരാ. ആ ഒരുങ്ങി കിട്ടുന്ന സമയത്ത് നീ തെറ്റ് ചെയ്യാൻ പോകുമ്പോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ധൈര്യം എന്താ? ഉപ്പയറിയില്ലല്ലോ, ഉമ്മയറിയില്ലല്ലോ, കൂടപ്പറപ്പുകൾ അറിയില്ലല്ലോ, ഭർത്താവ് അറിയില്ലല്ലോ, ഭാര്യ അറിയില്ലല്ലോ, ഒരു മനുഷ്യനും അറിയില്ലല്ലോ. ഈ ധൈര്യം കൊണ്ടല്ലേ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ നിന്റെ വീടിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, നീ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തിരുന്ന് രഹസ്യമായി ചെയ്താൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിരുന്നിട്ട് നീ രഹസ്യമായി ചെയ്താലും അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈമാനുള്ളവരുണ്ടല്ലോ, സത്യവിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ ഹൃദയത്തില് അല്ലാഹു നിന്നോട് ഒരു വെറുപ്പ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യനും അറിഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തത്, ഞാൻ ഇങ്ങനെ നടക്കുകയാ. എങ്കിൽ അല്ലാഹു എനിക്ക് ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ഈമാനുള്ള സത്യവിശ്വാസികളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ എന്നോട് വെറുപ്പ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില ഹാജിയാക്കന്മാര് ചോദിക്കുന്നില്ലേ, എനിക്ക് എല്ലാം ഉണ്ട്, എന്തേടാ എന്നെ ആരും ബഹുമാനിക്കാത്ത, എനിക്ക് സ്ഥാനം തരാത്ത, ചോദിക്കുന്നില്ലേ? ഇവിടെ രഹസ്യമായി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പള്ളിയിലെ ഖത്തീബ്, നിങ്ങളുടെ നാട്ടിലെ ഖാദിയല്ലേ, ഉസ്താദ് എന്തേ എനിക്കൊരു സ്ഥാനം തരാത്ത, ഞാൻ ജുബ്ബയും തൊപ്പിയും ഇട്ട് നടക്കുന്നവനാണല്ലോ, രഹസ്യമായി പാപം ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിലെ കാരണവന്മാർ, ഹാജിയാക്കന്മാർ നിങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങൾ നല്ലവരാണെന്ന് പറയുന്നവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നോട് വെറുപ്പ് തരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
നമ്മൾ ആരും അറിയാതെ ചെയ്തതാ. അപ്പൊ അള്ളാഹു തരുന്ന ശിക്ഷ ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ നിന്നോടൊരകൽച്ച തരും. 2, നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഈമാനുള്ളവർക്ക് നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. ആ ഈമാനിന്റെ പ്രകാശം നിന്റെ മുഖത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ നോക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കണോ? നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ ആഗ്രഹമുണ്ടോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ കണ്ണാടിയിൽ ചെന്ന് നോക്ക്. സുബഹി നമസ്കരിച്ച ദിവസവും നീ ഒന്ന് നോക്ക്. 2 ദിവസവും നിന്റെ മുഖത്ത് കാണുമ്പോൾ ആ മുഖത്ത് കാണുന്ന പ്രകാശത്തിനൊരു വ്യത്യാസമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബേ, രഹസ്യമായി തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഓർമ്മ വരേണ്ട 2ാമത്തെ കാര്യം, നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ആലിമീങ്ങൾക്കറിയാ, സയ്യിദന്മാർക്കറിയാ, മഹാന്മാർക്കറിയാ, ഈമാനുള്ളവർക്കറിയാ. പടച്ചവനെ, നിന്റെ മുഖത്ത് തന്നെ ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, 3, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഇടുക്കം തരികയാ. സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാം നിനക്കുണ്ട്, പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്. അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ബറക്കത്ത് മാത്രമില്ലല്ലോ സഹോദരാ. ജീവിതത്തിൽ ബറക്കത്ത് മാത്രമില്ല, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, നിന്റെ ആയുസ് കുറയുകയാണ്. തെറ്റ് ചെയ്യുന്നതിലൂടെ ഈ ദുനിയാവിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാ പറഞ്ഞു തന്നത്. അല്ലാഹുവേ, നിന്റെ ഈ മാനസികമായി നീ തകരുകയാണ്. നിന്റെ ജീവിതം തന്നെ തകർന്നു പോവുകയാണ്. ആരുമറിയാതെ വീടിനകത്തിരുന്ന് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ പാപം ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നോട് പറയുമ്പോ നിനക്ക് ഓർമ്മ വേണം, പടച്ചവനെ, എന്റെ ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ബാപ്പ അറിഞ്ഞില്ലെങ്കിലും ഈമാനുള്ളവർ ഞാൻ ചെയ്ത പാപത്തെ കുറിച്ച് അറിയുന്നുണ്ട്. എന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെടുകയാണ്. എന്റെ ജീവിതം ഇടുക്കമാവുകയാണ്. എന്റെ ജീവിതം ഇടുക്കമാവുകയാണ്. എല്ലാ വഴിയിലും നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുകയാണ്. പടച്ച റബ്ബേ, സമാധാനമുള്ള ഒരു ജീവിതം എനിക്ക് ലഭിക്കൂല. ഈ ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും കടന്നു വരേണ്ടത്. ഇത് രഹസ്യമായി പാപം ചെയ്യുമ്പോൾ അല്ലാഹു തരുന്ന ഒരു ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസാരമായി കാണല്ലേ, നിസാരമായി കാണല്ലേ. വഴുത കേൾക്കുന്ന പെങ്ങളോട്, പെങ്ങളെ, ഫിലിം കാണുന്നത് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ഇന്നാണും പെണ്ണിന്റെയും കയ്യിലും മൊബൈലാണ്. എല്ലാ മൊബൈലുകളിലും സിനിമകളാണ്. വൃത്തികെട്ട സിനിമകൾ, ഔറത്ത് കാണുന്ന സിനിമകൾ, അതാ ഹറാമുകൾ കാണുന്ന കണ്ണുകളുണ്ടല്ലോ. നമ്മൾ ചോദിക്കും, ഉസ്താദേ, ഇതൊക്കെ ഒരു പാവമാണോ? ഇതൊക്കെ ഒരു പാവമാണോ? സിനിമ കാണുന്നത് പാവമാണോ? സീരിയൽ കാണുന്നത് പാവമാണോ? ഇതൊക്കെ ഇപ്പൊ നടക്കണ കാര്യമാണോ? ഞങ്ങളാരും വ്യഭിചരിക്കാറില്ല. ഇപ്പൊ സിനിമയും ഫിലിമും ഔറത്തൊക്കെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ പലരും കാണാറുണ്ട്. അതൊക്കെ വലിയ പാവമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സിനിമയൊക്കെ എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? എന്താ മിണ്ടാതിരിക്കണേ? പാവമാണോ? സിനിമയും സീരിയലൊക്കെ കാണുന്ന, ഇവിടെ സീരിയലൊക്കെ ഉണ്ടോ ഉസ്താദ്? ഞങ്ങളുടെ മലയാളികളൊക്കെ പറയല്ലോ, എല്ലാം ഉണ്ടോ? എല്ലാം അല്ലേ? കാണാറുണ്ടോ? എന്താ ഇതിന്റെ പാപം? എന്താ ഇതിന്റെ ശിക്ഷ? എന്താ? ഇപ്പൊ നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു, ഇടയിലൊരു പരസ്യം വരുന്നു, ഒരു പെണ്ണ് ഇത്രയുള്ള ഇട്ടിട്ട് വന്നു. ഇതൊക്കെ പാവമാണെന്നല്ലേ ഇരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ സിറാജ് നീയൊക്കെ പറയണ പോലെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പറഞ്ഞു തരാം. ഒരു വലിയ ആരിഫായ ഒരു മഹാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. അള്ളാഹു ചെന്ന് തവാഫ് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ശരീരമൊക്കെ നല്ല വേദന. ഹജറുൽ അസ്വദ് മുത്താൻ പോയപ്പം കിട്ടിയ ഇടിയുടെ വേദന ഇപ്പോഴാണ് മനസ്സിലാകണേ. അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 400 പേരെയും കൊണ്ട് ഞാൻ പോയെന്നാ പറഞ്ഞ്. എവിടെ? ഊട്ടിയില.
മൊബൈലിലൊക്കെ ഇങ്ങനെ 400 പേര്, സത്യം പറഞ്ഞ ചുമ്മാതാടാ, ഞാൻ 400 പേരെയൊന്നും കൊണ്ടുപോയില്ല. ആൾക്കാർ എഴുതിയിടുമ്പോൾ പലതും എഴുതിയിടുന്നുണ്ട്. അള്ളാഹു ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണോ? പോണോ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഹജ്ജിന് പോണോ? താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ ഒരു വട്ടം ഹജ്ജിന് പോയതാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എങ്ങനെയാ പോയേ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? ഹജ്ജിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇരിക്കല്ല. ഇതിലെ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ പോയാൽ കാണാം. പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാ? ആ പാവങ്ങളിൽ ഇരിക്കണം. നേരെ ഇരിക്കും ചങ്ങായിമാരെ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? ഞാൻ കേട്ടില്ലടോ, പറ. പൈസ വേണോ? എന്നിട്ട് നിങ്ങൾ എന്തേ പോകാഞ്ഞ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? സത്യം പറ. ഈ പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പറ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഹജ്ജിന് പോകാഞ്ഞ്? ഹജ്ജിന് പോകാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു 3-4 ലക്ഷം രൂപ എടുക്കാനില്ലാത്ത ആരാ ഉള്ളത്? നിന്റെ 1 സെന്റ് ജാഗ വിറ്റാ പോരെ പോകാൻ? എടാ, നമ്മളൊക്കെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കണ പൈസ പോരെ? ഉസ്താദെ പൈസ ഇല്ല. ഇന്ന് രാത്രി അറ്റാക്ക് വന്നാ പൈസ വരുവോ? ഇന്ന് രാത്രി ഒരു അറ്റാക്ക് വന്നു, അള്ളാഹു കാക്കുമാറാകട്ടെ. മംഗലാപുരത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, 4 ലക്ഷം വേണം. എങ്ങനെ മരം കുലുക്കിയിട്ടുണ്ടാക്കോ? പൈസ ഉണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, നമ്മൾ പലരും പോയിട്ടില്ല. അപ്പൊ സമ്പത്തല്ല വേണ്ടത് ഹജ്ജിന് പോകാൻ. സമ്പത്തുള്ളവനാ ഹജ്ജ് ചെയ്യേണ്ടത്, അത് വേറെ വിഷയം. പക്ഷെ ഒരു മനുഷ്യന് സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ അള്ളാഹ് തന്നെ വിളിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ആൾക്കാരോട് ചോദിക്കും, ഹാജിയാരെ ഹജ്ജിന് പോണ്ടേ? ഉസ്താദെ ബിസിനസ് ഒക്കെ ഉണ്ട്, കടങ്ങളൊക്കെ അല്ലേ, ഇത്തിരി ഇടപാടൊക്കെ ഉണ്ട്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരു അനുഭവം പറയാം. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഷാർജ എയർപോർട്ടിൽ ഒരു 5 മണിക്കൂർ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരനെ ഞാൻ കണ്ടു. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോലി? ഉസ്താദെ ഞാൻ സൗദിയിലാണ് ജോലി. എത്ര കൊല്ലമായി? 17 കൊല്ലമായി. എന്താ ജോലി? എന്താപ്പാ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിനൊന്നും പോയിട്ടില്ലേ? അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ? ഉസ്താദ് ഒരു 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പാവപ്പെട്ടവനാ. ഒരു 4 സൂപ്പർ മാർക്കറ്റ് എന്താ കണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 17 കൊല്ലമായിട്ട് സൗദി കിടക്കുന്ന നിങ്ങൾ ഹജ്ജിന് പോയില്ലേ എന്ന്. ഞാൻ പോയില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്തേന്ന്? ഉസ്താദെ ഞാൻ പോയി കഴിഞ്ഞാൽ കച്ചവടമൊക്കെ ആര് നോക്കുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, 17 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ട് ആ മനുഷ്യൻ അള്ളാഹിന്റെ കഅബയിലെത്തി പോകാൻ പറ്റിയിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ അദ്ദേഹത്തോട്, ഞാൻ സാധാരണ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും പൊരുത്തം ചോദിക്കണോ? എല്ലാവരും പൊരുത്തം ചോദിക്കണ്ടേ? പക്ഷെ ഞാൻ അദ്ദേഹത്തോട് മാത്രം പൊരുത്തം ചോദിച്ചില്ല. എനിക്ക് ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ തിരിച്ചൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ മരിച്ചുപോയ ഈ കടകളൊക്കെ ആര് നോക്കൂന്ന് ചോദിച്ചു. അയാൾ എന്നെ തല്ലിയില്ല, എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് തടസ്സങ്ങൾ ആദ്യം പറയും. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു വാപ്പയോട് ഉസ്താദ് ചോദിക്കുന്നു, ഹബീബെ നിങ്ങൾക്ക് ഹജ്ജിന് പോകണ്ടേ, ഉംറയ്ക്ക് പോകണ്ടേ? ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും പോകണം, ദുആ ചെയ്യണേ. പൈസ ഉണ്ടോ? വാടക വീട്ടിലാണ് കിടക്കണ ചങ്ങാതി. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ ദിക്റ് നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾ അവിടെ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് പോയവനാ ഹജ്ജിന്. ഏത് പറഞ്ഞിട്ട് പോയവനാ? ഞാനൊരു ദിക്റ് പറഞ്ഞിട്ട് എനിക്ക് ഉസ്താദിന്റെ വഅദ് കേട്ടതാണ്. ഒരു ഉസ്താദിന്റെ വഅദ് കേട്ടതിന് ശേഷം, ഞാൻ ഉസ്താദ് ആരെന്ന് പറയുന്നില്ല, ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടതാ. അന്നു മുതൽ ഞാൻ ആ ദിക്റ് പറയും. അള്ളാഹു എനിക്ക് പോകാൻ ഭാഗ്യം തന്നു. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ദിക്റ് പറഞ്ഞു തരട്ടെ? വേണോ? ഓ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. വിശപ്പില്ലാത്തവന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? വേണോ വേണ്ടേ? അവസാനം വരെ അവിടെ ഇരിക്കും, ലാസ്റ്റ് വരെ ഇരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.